സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയുകയാണ്. അപ്പൊ ഇത് ശുശ്രൂഷിക്കപ്പെടാനുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. ആരാൽ ശുശ്രൂഷിക്കപ്പെടാൻ? നമുക്ക് മമതയുള്ള ആളുകളാൽ ശുശ്രൂഷിക്കപ്പെടാൻ, എല്ലാവരാലും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അറ്റാച്ച്മെന്റുകളെ ഇരുട്ട് എന്നാണ്. അറ്റാച്ച്മെന്റ് ഓഫ് ഡാർക്ക്നെസ്, ഇത് എന്താണ്? ഒരു ഇരുട്ടാണ്. എന്ത്? ഈ മമതകൾ, അമിതമായ മമതകൾ എന്താണ്? ഇരുട്ടാണ്. ഈ ഇരുട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ശ്രദ്ധിച്ചോ കുറച്ചുകൂടെ. ഇരുട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? ദൈവമാകുന്ന പ്രകാശത്തിൽ ലയിച്ചു ചേരുക എന്നതാണ്. നമ്മൾ ഈ ഇരുട്ടും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമാകുന്ന പ്രകാശത്തിൽ ലയിച്ചു ചേരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഇരുട്ട് ഉപേക്ഷിക്കാതെ ഈ ലോകത്തിലുള്ള വ്യക്തികളോടും വസ്തുക്കളോടുമൊക്കെയുള്ള അമിതമായ മമതകളുടെ, ക്രമമില്ലാത്ത മമതകളുടെ ഇരുട്ടുപേക്ഷിക്കാതെ ദൈവമാകുന്ന പ്രകാശത്തിലേക്ക് നമുക്ക് ലയിച്ചു ചേരാൻ കഴിയുകയില്ല. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. നമ്മൾ എന്തിനു വേണ്ടിയുള്ള യാത്രയിലാണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള യാത്രയിലാണ്. പക്ഷെ ഈ ഇരുട്ടും കൊണ്ട് നടക്കുന്നവർക്ക് ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ കഴിയുകയില്ല. നമ്മൾ രൂപാന്തരീകരണത്തിന്റെ പ്രക്രിയയിലാണ്. പക്ഷെ ഈ ഇരുട്ട് ഉള്ളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയില്ല. നമ്മൾ ഈ ഇരുട്ടും പിടിച്ചുകൊണ്ട് ഈശോയുടെ ആ കാലിത്തൊഴുത്തിൽ ഈശോയുടെ ഭാവം എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ എന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അച്ഛൻ ഞങ്ങൾ എത്ര കൊല്ലമായി ഈ ആലയത്തിലേക്ക് വരുന്നു, രൂപാന്തരീകരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ 10 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെയാണച്ചോ ഇപ്പോഴും. ഒരു രൂപാന്തരീകരണവും വന്നിട്ടില്ല. കാരണം എന്താണ്? നമ്മുടെ ഈ ഇരുട്ടിനെ നമ്മൾ അതിങ്ങനെ വെച്ചുകൊണ്ടാണ് ഈ പ്രകാശത്തെ നേടിയെടുക്കാൻ നോക്കുന്നത്.